1,50,000 രൂപ മാത്രം മുടക്കി ഒരു വർഷത്തിനുള്ളിൽ 5 ലക്ഷം രൂപ വരെ നേടണമെന്നുണ്ടോ? ഇത് മണി ചെയിൻ വാഗ്ദാനമൊന്നുമല്ല. വേണ്ടത് 3 സെന്റ് ഭൂമി മാത്രം. മീനും പച്ചക്കറികളും ഒരുമിച്ച് വളർത്തുന്ന ചെലവ് കുറഞ്ഞ ശാസ്ത്രീയ കൃഷി രീതിയാണ് അക്വാപോണിക്സ് ഫാം. വിദേശത്ത് ഇതിനകം വലിയ പ്രചാരം നേടിയ ഈ രീതി ഇപ്പോൾ കേരളത്തിലും. പാലക്കാട് വണ്ടിത്താവളം സ്വദേശിയായ വിജയകുമാർ ഇത് പരീക്ഷിച്ച് വിജയം നേടിക്കഴിഞ്ഞു. ആർമിയിലെ അധ്യാപകനായിരുന്ന വിജയകുമാർ 6 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയപ്പോഴാണ് അക്വാപോണിക്സ് ഫാം തുടങ്ങിയത്. ഇന്റർനെറ്റിലൂടെ 1 വർഷത്തെ പഠനത്തിന് ശേഷം 3 സെന്റിൽ അക്വാപോണിക്സ് ഫാം തുടങ്ങി. 1 സെന്റ് കുളത്തിൽ നിന്ന് 1 ഏക്കറിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യ വിളവെടുക്കാം എന്നതാണ് പ്രത്യേകത. ഒരു ചിലവിൽ 2 വിളവെടുക്കാം. മീനിന്റെ വിസർജ്യമാണ് പച്ചക്കറികളുടെ വളം. വളത്തിനും കീടനാശിനിക്കുമായി പണം ചെലവഴിക്കേണ്ടതില്ല. വിജയകുമാർ നിർമ്മിച്ച 1 സെന്റിലെ മീൻ കൃഷിക്കും 2 സെന്റിലെ പച്ചക്കറിക്കും കൂടി 1 ലക്ഷം രൂപയാണ് ചെലവായത്. വൈദ്യുതി ബില്ലടക്കം 1 വർഷത്തിന് 1.5 ലക്ഷം രൂപയാവും. എന്നാൽ 1 വർഷത്തിനുള്ളിൽ 4 മുതൽ 5 ലക്ഷം രൂപ വരെ ഇതിൽ നിന്നും ലാഭം ലഭിക്കും. 6 മാസത്തിലൊരിക്കലാണ് മീനിന്റെ വിളവെടുപ്പ്. വർഷത്തിൽ 2 തവണ മത്സ്യകൃഷിയിൽ നിന്നും വിളവെടുക്കുമ്പോൾ ഓരോ മാസവും പച്ചക്കറികൾ വിളവെടുക്കാം. അക്വാപോണിക്സ് എന്ന പേര് വന്നത് അക്വാകൾച്ചർ ആൻഡ് ഹൈഡ്രോപോണിക്സ്, ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ കൃഷി രീതിയാണ്. അക്വാകൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന മത്സ്യകൃഷി, അതിൽ ഈ അക്വ വേർഡ് വരുന്നത്. പിന്നെ ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് പോഷകലായനികൾ മണ്ണില്ലാതെ ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സയൻറ്റിഫിക് മെത്തഡാണ് ഹൈഡ്രോപോണിക്സ്. അപ്പോൾ ഈ അക്വാകൾച്ചറും അതിൻ്റെ പ്രിൻസിപ്പിൾസും ഈ ഹൈഡ്രോപോണിക്സിൻ്റെ സയൻറ്റിഫിക് ടെക്നിക്സുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്വാപോണിക്സ് ഒരു കൃഷി രീതിയായിട്ട് വികസിച്ചെടുത്തത്. അപ്പോൾ ഇതിൽ വേറെ വളങ്ങളോ ഒന്നും തന്നെ ചേർക്കേണ്ട വരുന്നില്ല. മീനിൻ്റെ വിസർജ്യത്തിൽ തന്നെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഉണ്ട്. അപ്പോൾ 16 മൂലകങ്ങളാണ് ഒരു ചെടിക്ക് ആവശ്യമായത് വളരാനായിട്ട്. അപ്പോൾ ഈ മൂലകങ്ങളൊക്കെ ചെടിക്ക് കിട്ടും. 1 വർഷത്തിനകം മുതൽ മുടക്കിനൊപ്പം 52% ലാഭവും ലഭിക്കുമെന്നാണ് വിജയകുമാർ പറയുന്നത്. അക്വാപോണിക്സ് കൃഷിരീതിക്ക് തൊഴിലാളികൾക്ക് ശമ്പളം നൽകേണ്ടതില്ല. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞാൽ ദിവസത്തിൽ 1 മണിക്കൂർ കൃഷിയിൽ ശ്രദ്ധിച്ചാൽ മതിയാവും. വിദ്യാർത്ഥികൾക്കും വിവിധ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പാർട്ട് ടൈം ജോലിയായി അക്വാപോണിക്സിനെ ഉപയോഗിക്കാം. സ്വന്തം ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ കൂടുതൽ പണം സ്വന്തമാക്കാനും കഴിയും. തുടങ്ങാനും എളുപ്പമാണ്. ഇപ്പോൾ സർക്കാർ സഹായമൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ഭാവിയിൽ സാധ്യതയുണ്ട്. സബ്സിഡി നിരക്കിൽ അക്വാപോണിക്സ് ഫാം തുടങ്ങിയാൽ കർഷകർക്ക് കൂടുതൽ ലാഭവും നേടാം. തികച്ചും കാർഷിക വൃത്തിയായതിനാൽ ഭാവിയിലെങ്കിലും സബ്സിഡി നിരക്കിൽ ഫാം തുടങ്ങാൻ സർക്കാർ സഹായിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തനം. വീടിനു പിൻഭാഗത്തായി ഒരു കുഴിയുണ്ടാക്കി അതിൽ ടാർപോളിൻ വിരിച്ചാണ് വിജയകുമാർ മീൻ വളർത്തുന്നത്. മീൻ കുളത്തിൽ നിന്നുള്ള വെള്ളം പൈപ്പ് വഴി അടുത്ത പച്ചക്കറി തോട്ടത്തിൽ എത്തിച്ചാണ് കൃഷി നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ തക്കാളി, പച്ചമുളക്, മധുരക്കിഴങ്ങ്, വഴുതന തുടങ്ങിയ പച്ചക്കറികളുണ്ട്. ഇവയൊന്നും വളരുന്നത് മണ്ണിലല്ല എന്നതാണ് ഏറെ കൗതുകകരം. എല്ലാം വിജയകുമാർ ഒരുക്കിയ ചെറിയ കരിങ്കൽ കഷ്ണങ്ങളിലാണ് വളരുന്നത്. കുളത്തിനു ചുറ്റും പൈപ്പിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിൽ പ്ലാസ്റ്റിക് ഗ്ലാസ് വെച്ച് വിവിധയിനം ചീരകളും ഉണ്ടാക്കുന്നു. ഇതുവരെ 100 കിലോയോളം പച്ചക്കറി ലഭിച്ചു. ഈ കൃഷിരീതിയെക്കുറിച്ച് വിജയകുമാർ ട്രെയിനിങ്ങും നൽകുന്നുണ്ട്.